പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ തലയിൽ തുണിയിട്ട് മൂടിയ ശേഷം വയോധികയുടെ മാല കവർന്നു. 84-കാരി മറിയാമ്മ സേവ്യറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു മോഷണം. സംഭവത്തിൽ വീട്ടുജോലിക്കാരി ഉഷ പിടിയിലായിട്ടുണ്ട്. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? അതായത് റിജിത്ത് ഇന്ന് ഏകദേശം ഉച്ചയോട് കൂടിയാണ് ഇങ്ങനെ പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ മറിയാമ്മ സേവ്യറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി തലയിൽ മുണ്ടിട്ട ശേഷം മൂടി ഈ മാല കവരുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി എന്തായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ ഇടത്തിട്ട സ്വദേശിനി ഉഷയാണ് കൊടുമൺ പോലീസ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. ഉഷ മുൻപ് ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ സമയത്തൊക്കെ വീടിന്റെ പശ്ചാത്തലമൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു. ഉപയോഗിച്ചാണ് ഉഷ വീട്ടിലെത്തി തലയിൽ മുണ്ടിട്ട് മൂടി ഇത്തരത്തിലൊരു മോഷണം നടന്നത്. ഈ ബന്ധുക്കളും മറ്റും നൽകിയ സൂചന പ്രകാരമാണ് പ്രതിയെ കൊടുമൺ പോലീസ് അരമണിക്കൂറിനുള്ളിൽ പിടികൂടിയതെന്നാണ് പ്രധാനം. കാരണം വലിയ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു മോഷണം. 3 പവന്റെ മാലയാണ് ഈ പ്രതി മോഷ്ടിച്ചിരുന്നത്. ഇതെന്തായാലും പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഈ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കും. ഇടത്തിട്ട സ്വദേശിനി ഉഷ മുമ്പ് വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. എന്തായാലും പിടിക്കപ്പെട്ടൊരു വലിയൊരു മോഷണമായിരുന്നു. വലിയ ഭീകരത, കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഭീകരത അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മോഷണത്തിലാണ് പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. രജിത്ത്, ജയശങ്കർ, ഈ വീട്ടുജോലിക്കാരിയാണ് ഇതിന് പിന്നിലെന്ന് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായത് ജയശങ്കർ? അതായത് ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. ആ സമയത്ത് വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ വീടുമായി അടുപ്പമുള്ള ആളുകളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. പോലീസിനും ഇത്തരത്തിൽ പുറത്തുനിന്ന് ഒരാൾക്ക് വീട്ടിലെത്തി അത്തരത്തിലൊരു മോഷണം നടത്താൻ സാധിക്കില്ലെന്നൊരു നിഗമനത്തിലേക്ക് പോലീസും എത്തി. അങ്ങനെയാണ് മുമ്പ് വീട്ടിൽ ജോലി ചെയ്യുന്ന ഉഷയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രദേശത്തെ CCTV ഉൾപ്പെടെ പരിശോധിച്ചെന്നൊരു പോലീസ് ചെയ്തു. കടകളിൽ ഉൾപ്പെടെ CCTVയും പരിശോധിച്ചിരുന്നു. അതിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഉഷയുടെ സാന്നിധ്യം പോലീസിന് ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനും സാധിച്ചു. ഉടനെ ഉഷയെ ചോദ്യം ചെയ്യും. ഉഷയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തന്നെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് തൊണ്ടി മുതലായ 3 പവന്റെ മാല പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബന്ധുക്കൾ നൽകിയ സൂചന, കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറിയത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായത്. അങ്ങനെ ആരുമില്ലാത്തൊരു സമയത്താണ് വീട്ടിൽ കയറി തലയിൽ മുണ്ടിട്ട് 84-കാരിയായ മറിയാമ്മ സേവ്യറിന്റെ മാല ഇവർ മോഷ്ടിക്കുന്നത്. അങ്ങനെ വലിയൊരു സാഹസം നിറഞ്ഞ മോഷണം. ശരി, വി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.